ചിലർ പ്ലാൻ ചെയ്ത് വർഷങ്ങൾ പോയാലും ശരിക്കുള്ള കാര്യത്തിലോട്ട് കടക്കത്തില്ല. ഫസ്റ്റ് ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക, തെറ്റുകുറ്റങ്ങൾ കാണും, അത് പിന്നെ റെക്ടിഫൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരിക എന്നുള്ളതാണ്. ഈ പാഷൻ വെച്ച് പലരും റെസ്റ്റോറൻറ്റ്സ് തുടങ്ങും. അപ്പോൾ അവിടെ കച്ചവടം ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു, പിന്നെ എന്തുകൊണ്ട് നിന്നു? അപ്പോൾ ബിസിനസ് സക്സസ് ആകാൻ പാഷൻ തന്നെയല്ല, വേറെ പല അതിന് ഫോർമുലാസ് ഉണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്നതും എൻ്റെ ക്ലയൻസിന് ഞാൻ സ്ട്രെസ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെനു കണ്ടമാനം ഓവർ പോപ്പുലേറ്റഡ് ആകത്തില്ല. 1 മെനു, 2 മെനുവിൻ്റെ പ്രൈസിങ്, 3 ലൊക്കേഷൻ, ഇത് 3ഉം ഇൻ്റർ കണക്റ്റഡ്. നമസ്കാരം. ഫുഡ് ഇൻസൈറ്റ് വിത്ത് അജാസ് എന്ന നമ്മുടെ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ബാക്കിയായ വിശേഷങ്ങളും എക്സ്പീരിയൻസുകളുമായി അജാസ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ എനിക്കറിയാം ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും സാറിൻ്റെ സിഗ്നേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളും കഥകളൊക്കെ സാറിൽ നിന്ന് കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അഡ്വൈസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വൈസ് കൊടുത്തുകൊണ്ട് മാത്രം നമുക്കൊരു റെസ്റ്റോറൻ്റ് ഒന്നും കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു പാഷനാണോ അതോ പ്ലാനിങ് ആണോ വേണ്ടത്? ഏതൊരു വ്യക്തിയും എന്തൊരു ബിസിനസ്, റെസ്റ്റോറൻ്റ് എന്നല്ല, എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും കണ്ടമാനം ആലോചനയ്ക്ക് ശേഷം ആണ് ആ ഒരു തീരുമാനത്തിലോട്ട് വരുന്നത്. അപ്പോൾ അതിൽ പാഷൻ ഇൻവോൾവാണ്. പക്ഷേ പാഷൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് വിജയിക്കാൻ പാഷൻ ആണ് മുഖ്യമെന്ന് പലരും പറയാറുണ്ടെങ്കിലും ബിസിനസ് വിജയിക്കാനുള്ള ഫാക്ടേഴ്സ് വേറെ പലതുമാണ്. പാഷൻ കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ വ്യത്യസ്തമായ ഗുണമേന്മ കൂടിയ എന്തെങ്കിലും സർവീസോ പ്രോഡക്റ്റ്സോ ഒക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അത് ചിലപ്പോൾ നിലനിന്ന് പോകണമെന്നില്ല, ചിലപ്പോൾ അതിൽ നിന്ന് ലാഭം ഉണ്ടാകണമെന്നില്ല, പക്ഷേ അത് ഏറ്റവും ബെസ്റ്റായിരിക്കാം. ഇപ്പോൾ ഈ പാഷൻ വെച്ച് പലരും റെസ്റ്റോറൻറ്റ്സ് തുടങ്ങും. അപ്പം അവിടെ പോയി ഫുഡ് കഴിക്കും, പലർക്കും ഇഷ്ടപ്പെടും, അവിടെ ഭയങ്കര വാല്യൂ ഫോർ മണി ആയിരിക്കും. അങ്ങനെയല്ലേ ഇതാവും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർ അത് നിർത്തിപ്പോകുന്നതാണ്. അപ്പോൾ അവിടെ കച്ചവടം ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു, പിന്നെ എന്തുകൊണ്ട് നിന്നു? അപ്പോൾ ബിസിനസ് സക്സസ് ആകാൻ പാഷൻ തന്നെയല്ല, വേറെ പല അതിന് ഫോർമുലാസ് ഉണ്ട്, പാഷൻ മാത്രമല്ല. ഈ പ്ലാനിങ്ങിൻ്റെ കേസ് പറയാം. ചിലർ പ്ലാൻ ചെയ്ത് വർഷങ്ങൾ പോയാലും ശരിക്കുള്ള കാര്യത്തിലോട്ട് കടക്കത്തില്ല. അപ്പം പ്ലാനിങ് ഒരു ലിമിറ്റ് വരെ നല്ലതാണ്. അത് കണ്ടമാനം ഈ ഓവർ തിങ്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും പ്രാവർത്തികമായിട്ട് സംഭവം വരത്തില്ല. ഒരു മിനിമം പ്ലാനിങ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ഫസ്റ്റ് ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക, തെറ്റുകുറ്റങ്ങൾ കാണും, അത് പിന്നെ റെക്ടിഫൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അത് ഇപ്പം ഞാൻ പറയാം, ഒരു കൈസൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ട്. അത് നമ്മുടെ ഈ ടൊയോട്ട ഒക്കെ ഫോളോ ചെയ്യുന്നത്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. അതാണ് ഇതിൻ്റെ ഈ പ്ലാനിങ്ങിൻ്റെ ശരിക്കുള്ളൊരു ആൻസർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സാർ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, ഷെഫ്, നമുക്ക് എന്ത് വർക്കേഴ്സ് നല്ലത് വേണം, ഇനി ഇതൊക്കെ ഉണ്ടായാലും ലൊക്കേഷൻ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ബിരിയാണി കട, നല്ല ടേസ്റ്റി ഫുഡായിരിക്കും, പക്ഷേ അത് ഉള്ളിലേക്കാണ്, അതായത് ഒരു ഫാമിലീസിനോ ആർക്കും അങ്ങ് കാറോ അങ്ങനെ ചെല്ലാത്തൊരു ഏരിയയിലാണെങ്കിൽ ആ ലൊക്കേഷൻ കറക്റ്റ് അല്ലെങ്കിൽ അത് ആ ഒരു ബിസിനസ്സിനെ ബാധിക്കത്തില്ല, അവരെ റെസ്റ്റോറൻറ്റിനെ ബാധിക്കില്ലേ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ ഫിസിക്കൽ ലൊക്കേഷൻ അല്ലാതെ നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയാണ് എന്നുള്ളൊരു ലൊക്കേഷൻ വെച്ചും ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ചിലപ്പോൾ ഉള്ളിലായിരിക്കാം, പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സ് അതിൻ്റെ ചുറ്റുമുണ്ടെങ്കിൽ കച്ചവടം നടക്കും. ഇപ്പം ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെനു എന്താണ്, മെനുവിലെ പ്രൈസിങ്ങിൻ്റെ ലിമിറ്റ്സ് എന്താണെന്ന് അനുസരിച്ചാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒരു ബഡ്ജറ്റ് മെനു ആണ്, അങ്ങനത്തെ ഒക്കെ മെനു ആണെങ്കിൽ കണ്ടമാനം ആൾക്കാർ
ചെറിയ ബഡ്ജറ്റിൽ കഴിച്ചു പോകുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ അടുത്ത് ഒക്കെ ആണെങ്കിൽ വളരെ ആൾക്കാർ വന്നു പോകുന്നത്, അവർ ചിലപ്പം നോൺ വെജ് കഴിക്കാൻ പറ്റുന്നില്ല, അവിടെ കഴിക്കാം. പിന്നെ ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷനോ അതിൻ്റെ ഒക്കെ അടുത്താണെങ്കിൽ ഈ ചെറിയ പ്രൈസ് സെഗ്മെൻറ്റിൽ ആൾക്കാർ കഴിച്ചു പോകും. എന്നാൽ ഇതേ സമയത്ത് നമ്മൾ ഒരു പ്രീമിയം മെനു ആണ്, എന്നാൽ വെജിറ്റേറിയൻ ഹോട്ടൽ തന്നെയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ടൗണിലോട്ട് എൻ്റർ ചെയ്യുന്ന പോയിൻറ്റ്സിൽ വിശാലമായ സ്ഥലത്ത് വിശാലമായ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല സൗകര്യത്തോടു കൂടി വേണം തുടങ്ങാൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ബഡ്ജറ്റ് കൂടുതലാണ്. ഇത് കഴിക്കാൻ വരുന്നവർ കൂടുതൽ പണമുള്ളവരായിരിക്കാം, അവർ കാറിലായിരിക്കാൻ വരുന്നത്, അവിടെ കാറ് കൊണ്ടിടണം. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പം ഒന്നും കൂടെ ഒരു റിമൈൻഡർ പോലെ ഞാൻ പറയാം, 1 മെനു, 2 മെനുവിൻ്റെ പ്രൈസിങ്, 3 ലൊക്കേഷൻ, ഇത് 3ഉം ഇൻ്റർ കണക്റ്റഡാണ്. ഇപ്പോൾ ഈ മെനു കാർഡിനെ കുറിച്ച് സാറ് പറഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ലൊരു മെനു കാർഡ് എന്ന് പറയുന്നത് ആവശ്യമല്ലേ? അതായത് നമുക്ക് തന്നെ കൺഫ്യൂഷനാവും ആ ഒരു മെനു കാർഡ് കാണുമ്പോൾ, ഇതെന്താ ഇങ്ങനെയെന്ന്. കാരണം ഒരു സാധാരണക്കാരനായാലും ആർക്കാണെങ്കിലും വായിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ട്. എന്നാൽ ചില റെസ്റ്റോറൻറ്റിൽ മെനു കാർഡിനെ കാണുമ്പോൾ നല്ലതാണ്. അപ്പോൾ ഒരു മെനു കാർഡും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ, ഞാൻ ഫോളോ ചെയ്യുന്നതും എൻ്റെ ക്ലയൻസിന് ഞാൻ സ്ട്രെസ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെനു കണ്ടമാനം ഓവർ പോപ്പുലേറ്റഡ് ആകുന്നില്ല. ഇപ്പോൾ ഒരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ആ കാറ്റഗറിയിൽ ഒരു 6 ഐറ്റത്തിൽ കൂടുതൽ ഞാൻ ഐറ്റംസ് ആഡ് ചെയ്യിപ്പിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പം ഞങ്ങളുടെ മെയിൻ ഒരു കാറ്റഗറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബാർബിക്യൂസ് അല്ലെ അൽഫാം, അവിടെ ഒരു 6 പകരം ഒരു 12 ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 12 ഐറ്റംസ് ഉള്ളപ്പോഴത്തേക്കും ഒരു 1-2 അൽഫാം അല്ലെ ബാർബിക്യൂവിൻ്റെ മെഷീനുണ്ട്, അതിനുവേണ്ടി 3-4 പണിക്കാർ കാണും. 6 പ്രോഡക്ട്സ് വെളിയിൽ ഇവർ ഓർഡർ കിട്ടി കൊടുക്കുന്നതും 12 പ്രോഡക്ട്സ് വരുമ്പോൾ ഉള്ള ടൈമും രണ്ടും വ്യത്യാസമായിരിക്കും. ഒരു ടേബിളിൽ ഓർഡർ ചെയ്ത് അവരുടെ പ്ലേറ്റിൽ ഇത് വരാനുള്ള ടൈം കണ്ടമാനം ഇത് കൂടും. അപ്പോൾ നമ്മുടെ ബിസിനസ് കിട്ടാനുള്ള ബിസിനസ് എന്താവും? കിട്ടാതെ ആവും. അപ്പം ഇവരുടെ പ്രോഫിറ്റ് എന്താവും? കുറയും. അപ്പം ഒരു കാറ്റഗറിയിൽ ലിമിറ്റ് ചെയ്യുക, ഒരു ഇത്ര കാറ്റഗറീസ് കൂടുതൽ വെക്കാതിരിക്കുക, ഉള്ള കാറ്റഗറീസ് മാക്സിമം ബിസിനസ് കൊണ്ടുവരണം. അപ്പം ഒരു കാറ്റഗറി വെക്കുന്ന ആ കുറച്ചുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല ഐറ്റംസ് ആയിരിക്കണം. പിന്നെയും അത് കഴിക്കാൻ ആൾക്കാർ വരണം. വേറൊന്ന്, ഈ ഐറ്റംസിൽ നമ്മൾ കറക്റ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് കറക്റ്റ് മാർജിൻ നമുക്ക് കിട്ടുന്നു എന്നും ഉറപ്പ് വരുത്തണം. ഇപ്പോൾ സാറ് കസ്റ്റമേഴ്സ് റീവിസിറ്റ് ചെയ്യുന്നൊരു കാര്യം മെൻഷൻ ചെയ്തു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു കസ്റ്റമർ ഒരു ഹോട്ടൽ റീവിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സക്സസ്ഫുള്ളായി എന്നതാണോ അതിൻ്റെ സൈൻ? സക്സസ് എന്ന് പറഞ്ഞു കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഫിനാൻഷ്യൽ സക്സസ് ആണോ? അതെ, അതായത് അവർക്ക് ആ ഫുഡ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവർ അത് വീണ്ടും വരുന്നു, കഴിക്കുന്നു. അപ്പോൾ അവർക്ക് ഒബ്വിയസ്ലി നമുക്ക് ഫിനാൻഷ്യൽ സക്സസ് ആവുമല്ലോ. പിന്നെ ആ ഫുഡ് ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ സക്സസ് എന്ന് പറയുമ്പം അതിനെ നമുക്ക് പല രീതിയിൽ തിരിക്കാം. ഒന്ന് ഫിനാൻഷ്യൽ സക്സസ്, അത് ഒരു ലോങ് ആയിട്ടുള്ളൊരു ടൈം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരു പുതിയതായിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യമേ നമുക്ക് ഒരു മിനിമം വേണ്ട സെയിലോ കാര്യങ്ങളോ കാര്യത്തില്ല, അത് കൂടി വന്നിട്ട് പിന്നീട് ലാഭം കിട്ടി അങ്ങനെ വരും. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് സക്സസ് ആണ്. ലൊക്കേഷൻ കറക്റ്റാണെങ്കിൽ അവിടെ കറക്റ്റ് ആൾക്കാർ വരുന്നുണ്ട്, ലൊക്കേഷൻ സെലക്ട് ചെയ്ത് സക്സസ് ആയി. മൂന്നാമത് ആൾക്കാർ ഈ ഫുഡ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ടീമിനെ കിച്ചണ് ഈ ഷെഫും അതുപോലെ കുക്കും അതുപോലെ അവരുടെ ഹെൽപ്പേഴ്സും ഒക്കെ ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്ത് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം ഇങ്ങനെ സക്സസിൻ്റെ പല ഫാക്ടേഴ്സുണ്ട് റെസ്റ്റോറൻറ്റിന്. അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരിതാണ്. ഈ സക്സസിൻ്റെ പല ഫാക്ടേഴ്സ് പല അളവിൽ പല റെസ്റ്റോറൻറ്റ്സിനും വ്യത്യാസമാണ്. അതിന് എക്സാമ്പിൾ ഞാൻ പറയും, ഇപ്പോൾ റെയിൽവേയിലൊക്കെ ഫുഡ് ഞാൻ ജസ്റ്റ് കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അത്ര മെച്ചമൊന്നും കാണില്ല, എന്നാലും അവർക്ക് ബിസിനസ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ സക്സസ് ഉണ്ട്, പക്ഷേ ആൾക്കാരുടെ ഹൃദയം അതിന് കയ്യേറാൻ പറ്റുന്നുണ്ടോ? അതില്ല, നമുക്ക് ഒരു ടെൻഷൻ ഇല്ല. അപ്പം അതാണ് ഒരു സക്സസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സാർ, ഇനി ഈ ഡെലിവറി ആപ്പുകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കാരണം ഈ ഡെലിവറി ആപ്പുകൾ ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് അവരുടെ സുഹൃത്താണോ അതോ അവർക്കൊരു ഉപദ്രവമാണോ സത്യത്തിൽ ഉണ്ടാക്കുന്നത്?
ഞാനൊരു കഥ പറയാം, ചിലപ്പോൾ ഈ കഥ അറിയാവുന്നതായിരിക്കും. രണ്ട് മുട്ടനാടിനെ തമ്മിൽ അടിയുണ്ടാക്കിപ്പിച്ച് അതിൻ്റെ ചോര കുടിച്ച ഒരു കുറുക്കൻ്റെ കഥ അറിയാം, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഉണ്ട്. അവിടെ കുറുക്കൻ ഇവരുടെ അടുത്ത് സൗഹൃദം നടിച്ചാണ് മുട്ടനാട് രണ്ടുപേരുടെ അടുത്തും പോകുന്നത്. പക്ഷേ ഇത് ശരിക്കും ഒരു സുഹൃത്താണ്, അങ്ങനെയും പറയാം. മനസ്സിലായോ? ശരിക്ക് ഇപ്പം ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡുവോപോളി ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഈ ഡെലിവറിയിൽ. ആകെ 2 പ്ലെയേഴ്സാണ് ഉള്ളത്. യൂബർ ഈറ്റ്സ് എന്ന് പറഞ്ഞ പ്ലെയറൊക്കെ പോയി, പിന്നെ മൈനർ പ്ലെയേഴ്സ്, അവരെയൊന്നും കൺസിഡർ ചെയ്യാൻ പോലും പറ്റില്ല. ശരിക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ട് ചെയ്ത് ഉപഭോക്താക്കളുണ്ട്, ഡെലിവറി ബോയ്സ് ഉണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ് ഉടമകളുണ്ട്. എന്നാൽ ഇവരുടെ ആരുടെയും അവകാശങ്ങൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. കാരണം ടെക്നോളജി അവരുടെ കയ്യിലാണ്, ഫുൾ ഡാറ്റ അവരുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭീമമായ കമ്മീഷൻ, അതായത് 30-35% അതും കഴിഞ്ഞ് അതുപോലെ റേറ്റ് കയറ്റിയിടുമ്പം ഈ റെസ്റ്റോറൻറ്റിൻ്റെ മാർജിൻ കുറച്ച് ഇടേണ്ടി വരും. എന്നാലേ, കാരണം ഉപഭോക്താവ് നോക്കുമ്പോഴത്തേക്ക് ഒരു 100 രൂപയുടെ ഒരു പ്രോഡക്റ്റിന് 130-140 രൂപയിലോട്ട് പോവാണ്. അപ്പം ഇത് മാത്രമല്ല, ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ഒരു ചെറിയൊരു ലിമിറ്റഡ് ഏരിയ എടുക്കുക, 3-4 കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റും ലിസ്റ്റഡാണ്. ഇവർ തമ്മിൽ മാർക്കറ്റ്, ഈ ബിസിനസ് ഷെയർ ചെയ്തു. അപ്പം ആർക്കും തന്നെ ഇതിൽ മെച്ചം വരുന്നില്ല. ഇവർക്ക് കിട്ടേണ്ട കമ്മീഷൻ കിട്ടുകയും ചെയ്യും. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കാം. ഞാൻ ആ ക്വസ്റ്റ്യൻ പറയാം. ഇത് ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പറയാം, ഇതിൽ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വേറെന്താണ് സൊല്യൂഷൻ? ഗവൺമെൻറ്റിന് ഇതുപോലത്തെ ആൾക്കാരെ, ഉപഭോക്താക്കളെയും റെസ്റ്റോറൻറ്റ് ഈ ചെറിയ ബിസിനസ്സുകളെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് എതിരെ പോളിസീസ് കൊണ്ടുവരാൻ പറ്റും. ഈസി ആയിട്ട് കൊണ്ടുവരാമെന്ന്, പക്ഷേ കൊണ്ടുവന്നിട്ടില്ല. അത് ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. അത് ഈസി ആയിട്ട് കൊണ്ടുവരാവുന്ന പോളിസീസാണുള്ളത്. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇനി കോമ്പറ്റീറ്റർ വരണം. ഈ സെയിം സെഗ്മെൻറ്റിൽ വേറെ കോമ്പറ്റീറ്റർ വരണം. പക്ഷേ ഇവരുടെ പോളിസീസ് അല്ല, എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത പോളിസീസുമായിട്ട് വേറെ കോമ്പറ്റീറ്റർ വരണം. അത് ഉപഭോക്താക്കളും ഉടമകളും ഒരുപോലെ മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇതെന്തുകൊണ്ട് വരുന്നില്ല? ചോദ്യം വരുന്നില്ല, എന്തുകൊണ്ട് വരുന്നില്ല? ഇവരൊരു ഈ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലൊരു കെണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കെണി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് വാറ. ഇവരെപ്പോഴും ഡിസ്കൗണ്ട് കൊടുക്കും. ഇപ്പം എക്സാമ്പിളായിട്ട് ശരവണ ഭവൻ, ആര്യാസ്, ആദ്യമേ ഇവിടെ ഒരു ഇത്ര % ഡിസ്കൗണ്ട് കൊടുക്കും ഒരാഴ്ച. അപ്പോൾ കുറേ പേര് അങ്ങോട്ട് പോകും, അവിടുന്ന് അവർ കച്ചവടം നടക്കും. അപ്പോൾ ഇവരുടെ ക്ലയൻറ്റ് സർവീസിങ് ആയിട്ടുള്ള ഏജൻസ് ആണ്. അവർ പറയും, സാറേ ഡിസ്കൗണ്ട് ഇട്, ഓടിക്കരുത്. അപ്പം ഇവിടെ കസ്റ്റമർ വരും. ഇതിങ്ങനെ മാറിയും തിരിഞ്ഞും പോവും. ഇവർക്ക് കിട്ടേണ്ട കമ്മീഷനും കിട്ടും, ഇവർക്ക് ഈ റെസ്റ്റോറൻറ്റ്സിന് ലാഭം എടുക്കാനും പറ്റത്തില്ല. അപ്പം ഈ ഉപഭോക്താക്കളെ ഒരു വെപ്പൺ പോലെ, ആയുധം പോലെ ഇവർ ഉപയോഗിക്കുക. അപ്പോൾ അതിനാ പറഞ്ഞ ഗവൺമെൻറ് പോളിസീസ് വരണം. ഇങ്ങനത്തെ രീതികൾ ചെയ്യാതിരിക്കാനുള്ള ഗവൺമെൻറ് പോളിസീസ് വരണം. ഓക്കെ, അപ്പം നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ ശരിക്കും ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനൊരു പേഴ്സണലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ളൊരു ഫുഡ് ഏതാണ്? അത് ആരുണ്ടാക്കി തരുന്നതാണ് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നോർമലി ആൾക്കാർ ഇതിന് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്നേ, ഉമ്മ ഉണ്ടാക്കി തരുന്നേ എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഫുഡാണ് എനിക്കിഷ്ടം. കാരണം നമ്മൾ ഈ പടമൊക്കെ വരയ്ക്കത്തില്ലേ, പടമൊക്കെ വരച്ചിട്ട് നോക്കുമ്പോൾ കൊള്ളാം, പടം മോശമായി അല്ലെങ്കിൽ നന്നായി എന്ന് പറയുന്ന പോലെ ഞാൻ ഓരോ തവണയും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കഴിച്ച് എൻജോയ് ചെയ്തിട്ട്
കൊള്ളാം എന്ന് പറയുമ്പം എനിക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. സംതൃപ്തി. ഇതിൻ്റെ അർത്ഥം എൻ്റെ മദറിൻ്റെ ഒക്കെ ഫുഡ് മോശമാണെന്നല്ല, അവരുടെയൊക്കെ ഫുഡ് നല്ലതാണ്. പക്ഷേ ഞാനുണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്ന ഫുഡിലാണ് എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. അങ്ങനെ കഴിച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഞാൻ ഈയിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ കുറച്ച് മഷ്റൂം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഏത് സ്പീഷീസാണെന്ന് അറിയത്തില്ല. ആ മഷ്റൂം ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇച്ചിരി ഗാർലിക്കും കുറച്ച് ഒലിവ് ഓയിലും ഒഴിച്ചു. എന്നിട്ട് ഈ റാസ്ബെറി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടുണ്ട്, അതും ഒരു 2-3 എണ്ണം ഇട്ടു. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് അത്ര കുക്ക് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തു. അപാര ടേസ്റ്റാണ്. അതായത് ഈ ഇൻഗ്രീഡിയൻസ് എന്താ ഉള്ളത്? ജസ്റ്റ് മഷ്റൂം, ഓയിൽ, റാസ്ബെറി, ഗാർലിക്ക്, 4 സാധനമുള്ളൂ. പിന്നെ ഉപ്പ് ഓക്കെ 5 സാധനങ്ങൾ. അടിപൊളിയാണ്, അപാര ടേസ്റ്റായിരുന്നു. അപ്പം ചില ടൈമിൽ നമ്മൾ കണ്ടമാനം ഇൻഗ്രീഡിയൻ്റ് ഇടുന്നതിലല്ല, അതിൻ്റെ കറക്റ്റ് അളവുകൾ ഇടുന്നതില്ല. അപ്പോൾ ആലോചിക്കുക, ഈ റാസ്ബെറി എന്തിനായിട്ടാണ് ഞാൻ ജസ്റ്റ് റാസ്ബെറി എന്ന് പറയുന്നത് ഭയങ്കര ഒരു പുളി കൂടുതലുള്ളൊരു ഫ്രൂട്ടാണ്. ഞാൻ വിനീഗർ യൂസ് ചെയ്യുന്നതിന് പകരമാണ് അതിട്ടത്. മനസ്സിലായോ? അതായത് ചിലപ്പോൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ സംഗീതത്തിൽ സ്വരങ്ങൾ എന്ന് പറയുന്ന പോലെ ഇതിൽ ടേസ്റ്റുകളാണ്. ഉപ്പ്, മധുരം, അങ്ങനെ പല ടേസ്റ്റുകളാണ്. അത് പല അളവിൽ വെച്ച് സംഗീതം പോലെ ഫുഡ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ക്രിയേറ്റീവാണ്, നമുക്ക് തന്നെ ഉണ്ടാക്കാം. അത് നമുക്ക് അതിൻ്റെ ഇപ്പം ഏതൊരു മനുഷ്യനും അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നതെല്ലാം നന്നായി വരും. പ്ലസ് സാറിനായാലും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം ഈ കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് കുക്ക് ചെയ്യാനുള്ള കഴിക്കാനുള്ള, അതായത് നല്ല കുക്ക് ചെയ്യുന്ന കുറേ പേര് നല്ല കഴിക്കുന്നവർ തന്നെ. സാറിൻ്റെ ഈ സെൽഫ് കുക്കിങ്ങും പരിപാടികളൊക്കെ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എനിക്കിനി ഈ ക്ലൗഡ് കിച്ചനെ കുറിച്ചും ഈ ഹെൽത്തി വർക്ക് കൾച്ചറിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ട്. പക്ഷേ സമയം നമുക്കിവിടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. ക്ലൗഡ് കിച്ചൺ മെട്രോ സിറ്റീസിലൊക്കെ ഒരു ട്രെൻഡ് പോലെ വന്ന് സാച്ചുറേറ്റ് ചെയ്തിട്ട് പലരും തുടങ്ങി. പിന്നെ പലരും ഒരു സിംഗിൾ ക്ലൗഡ് കിച്ചനായിട്ട് തുടങ്ങിയിട്ടൊരു കാര്യമില്ല. ഒന്ന് ഈ റെസ്റ്റോറൻറ്റ്സിലെ മാർജിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡിൽ കിട്ടുന്ന മാർജിൻസ് ഇങ്ങനെ കുറഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഒരു മണ്ടത്തരമാണ്.